എങ്ങോട്ടേക്കാണ് രാവിലെ തന്നെ ഷൂ ഒക്കെ ഇട്ടിട്ട്? രാവിലെ തന്നെ നമ്മളൊരു ട്രിപ്പിന് പോവുകയാണ്. ശരത്തേട്ടനെ കൂട്ടാണ്ട് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഏതാ സ്ഥലം എനിക്ക് വലിയ ഐഡിയ ഒന്നും. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞ് പോവാന്ന് പറഞ്ഞ് ഞാൻ പോവാണ്. ഇന്ന് സൺഡേ ആണ്. ശരത്തേട്ടൻ ഒഴികെ ബാക്കി എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് നമ്മൾ ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. നമ്മൾ ഇറങ്ങി രാവിലെ തന്നെ. നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യാന്നല്ലാതെ ഇത് നടക്കല് എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. എപ്പോഴും ഞാനും ശരത്തേട്ടൻ തന്നെയാണ് പോവാറ്. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഞങ്ങളുടെ ഒഫീഷ്യൽ ചായക്കടയായ ടിമ്മിലേക്കാണ് നമ്മൾ ആദ്യം വിട്ടത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആരും കഴിച്ചില്ല, അത് ഉണ്ടാക്കണം പിന്നെ കഴിക്കണം, അപ്പോഴത്തേക്ക് കുറേ ടൈം ആവുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായ മേടിക്കാനും ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ടിമ്മിൽ കയറി. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പാർക്കുണ്ട്, പൈനറി പ്രൊവിൻഷ്യൽ പാർക്ക്. അവിടെ പോകാനാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ടിമ്മിൽ കയറിയത്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പേരും എപ്പോഴും റെഡിയാണ്. നമ്മൾ പോയത് കൺട്രി സൈഡിലൂടെയാണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു സ്ഥലമൊക്കെ കാണാൻ. സമർ ഇൻ ബെത്ലഹേം മൂവിയിലെ സ്ഥലത്തെ പോലെയൊക്കെ എനിക്ക് തോന്നും എപ്പോഴും ഈ വഴിയിലൂടെ പോകുമ്പോഴും. പിള്ളേർ 2 പേര് സൈഡായി. അപ്പോഴേക്കും എനിക്ക് ഈ കൺട്രി സൈഡിലൂടെയൊക്കെ ഡ്രൈവ് പോകുമ്പം ഒരു റിലാക്സ്ഡ് ആയ ഒരു ഫീല് കിട്ടും. അതേപോലെ മൈൻഡൊക്കെ റിഫ്രഷ്ഡ് ആയ പോലെയൊക്കെ തോന്നും. അങ്ങനെ റോഡിന്റെ 2 സൈഡും നോക്കി ആസ്വദിച്ച് പോകുമ്പോഴാണ് ഞങ്ങൾ ഒരു ലോക്കൽ മാർക്കറ്റ് കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് കാനഡയിലെ ലോക്കൽ മാർക്കറ്റിൽ പോകുന്നത്. റോഡിൽ ഒരു കുഞ്ഞിനെ പോലും കണ്ടിട്ടില്ലെങ്കിലും മാർക്കറ്റ് നല്ല ക്രൗഡഡ് ആയിരുന്നു. ആദ്യം തന്നെ നമുക്ക് ഫ്രഷ് ആയ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. ഇതൊരു സൺഡേ മാർക്കറ്റാണ്. പൈനറി മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഗ്രാൻഡ് ബെൻഡ് എന്നൊരു സ്ഥലത്താണ് ഇത് ഉള്ളത്. പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് ഇവിടെ. മെയ് 4 തൊട്ടിട്ട് താങ്ക്സ് ഗിവിംഗ് ഡേ, അതായത് ഒക്ടോബർ 12 വരെ എല്ലാ സൺഡേയും ഇത് ഓപ്പൺ ആണ്. 9 മണി തൊട്ട് 4 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ചെറിയൊരു അഡ്മിഷൻ ഫീയും ഇവിടെ ഉണ്ട്. $2 ആണ് വലിയവർക്ക്. ചെറിയ കുട്ടികൾക്ക് 10 വയസ്സോ അതിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. പിന്നെ പാർക്കിംഗ് ആണെങ്കിലും ഫ്രീ തന്നെയാണ്. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയപ്പോൾ നമുക്ക് കുറേ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസും ഫുഡും പിന്നെ ക്ലോത്തിങ്സും ഒക്കെ കാണാൻ പറ്റി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ പാം ലീവ്സ് പ്രൊഡക്ട്സിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തതാണ് ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ഇങ്ങനെ തന്നെയാണ് പനയോല കൊണ്ട് മടയുന്നതും ഒക്കെ ആയിരുന്നു അന്നത്തെ കോമ്പറ്റീഷനിൽ ചെയ്തത്. പിന്നെ കുറേ കനേഡിയൻ സ്റ്റൈൽ ഫുഡ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ്. പിസയും പാസ്തയും ഒക്കെ. നമ്മൾ അതൊന്നും ട്രൈ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ടിമ്മിന്ന് ഫുഡ് കഴിച്ചതല്ലേ ഉള്ളൂ. അപ്പം പിന്നെയും ഇവിടുന്ന് കഴിക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ നമ്മളെ സ്റ്റൈൽ ഫുഡും അല്ല, അതുകൊണ്ട് അധികം അങ്ങോട്ട് ക്രേവിങ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ അതൊക്കെ നമ്മൾ നടന്ന് കണ്ടു. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആസ്വദിച്ചു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ വിൻറ്റേജ് ആൻഡ് ആൻറ്റിക് പീസസ്, ഇതുപോലത്തെ ഓരോ പീസസൊക്കെ നമുക്ക് കാണാം. ഓരോന്നിൻ്റെയും പിറകിൽ കുറേ സ്റ്റോറീസൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ഷെയർ ചെയ്യുകയും ചെയ്യും. ചില ഐറ്റംസൊക്കെ നല്ല യുണീക്കായിട്ട് തോന്നി. പിന്നെ ഈ ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. Hello YouTube. That one fits me. I have smaller sizes over here. Yay! That might fit me. ഇതുപോലുള്ള 3D ഹോം ഡെക്കോർ ഹാങ്ങിങ്സ് ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. പിന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. It's not that old. This is just for decoration. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി മാർക്കറ്റാണ്. കുറേ ഡോഗ്സിനെ കണ്ടു. ഭയങ്കര വെറൈറ്റീസ് ഓഫ് ഡോഗ്സ് ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നടക്കുന്നു, ക്യൂട്ടായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്.
കോഴിക്കോടിലെ SM സ്ട്രീറ്റിൻ്റെ ഒക്കെ ഒരു വൈബാണ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാരുണ്ട്, അതുതന്നെ അവരൊക്കെ എനർജറ്റിക് ആണ്, വൈബ്രൻ്റ് ആണ്, പിന്നെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും. ഈ കാണുന്നത് റീത്താണ്. നമ്മുടെ നാട്ടിൽ മരണ വീട്ടിൽ മാത്രമേ നമ്മൾ ഈ റീത്തൊക്കെ കാണുള്ളൂ. ബട്ട് ഇവിടെ എല്ലാ കനേഡിയൻസിൻ്റെ വീട്ടിലും ഫ്രണ്ട് ഡോറിൽ നമ്മൾ റീത്ത് കാണാൻ പറ്റും. മിക്കപ്പോഴും ഫ്ലവർ റീത്താണ് കാണുക. എസ്പെഷ്യലി എന്തെങ്കിലും ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് അവർ ഹാങ് ചെയ്യാറ്. ഓരോ നാട്ടിലും ഓരോ രീതി, അത്രയേ ഉള്ളൂ. പിന്നെ ഫുഡ് ട്രക്സ് ഓഫ് ഐസ്ക്രീം, ടാക്കോസ്, ഡോണറ്റ്സ്, സൺഡേ ഒക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടു, നടന്നു. അല്ല, ഓയിൽസാന്ന് തോന്നുന്നു. Don't touch. കുറേ ഹോം ഡെക്കോർ ഐറ്റംസും എസെൻഷ്യൽ ഓയിൽസ്, അതായത് ഹോമിന് ഓർഡർ വരാനുള്ളതും ഒക്കെ ഉള്ള നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് മേടിച്ചില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ മൈലോക്കുട്ടൻ ഉണ്ട്. ചില മണങ്ങളൊന്നും അവന് ശരിയാവില്ല, ചില അലർജിക്കാണ്. അതേപോലെ തന്നെ ചില ഹോം ഡെക്കോർ ഐറ്റംസൊക്കെ അവന് കണ്ടാൽ ചിലപ്പം വലിക്കാനും കളിക്കാനും ഒക്കെ തോന്നും. അതുകൊണ്ട് നമ്മൾ ബെറ്റർ മേടിക്കാത്തതാണ് നല്ലതെന്ന് തോന്നി. ഇതൊക്കെ വാക്സും കാര്യങ്ങളൊക്കെയാണ്, നല്ലതാണ്, അടിപൊളിയാണ്. എനിക്ക് വാങ്ങാനും തോന്നി. പക്ഷെ പറഞ്ഞ പോലെ മൈലോ കുട്ടനെ ആലോചിച്ചപ്പം വേണ്ടാന്ന് തോന്നി. വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് പരിപാടിയാണ്. അപ്പം ഈ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ പെറ്റ് സ്ട്രഗിൾസ് ഉണ്ടാവില്ല, ചെറിയതായിട്ടുള്ള ഈ അലർജിയും കാര്യങ്ങൾക്കും ഒക്കെ റെമഡീസ് ആയിട്ട് ഉള്ളൊരു സ്റ്റോളും അവിടെ തന്നെ കണ്ടു. അത് നല്ലതാണെന്ന് തോന്നി. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല നമ്മളെ പെറ്റിൻ്റെ കേസിൽ. കാരണം സിവിയറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറ്റിൻ്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. അത് നമുക്ക് പിന്നെ മൈലോന് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളന്നും അവിടെ നിന്ന് മേടിച്ചിട്ടൊന്നുമില്ല. കാനഡയിൽ വെതറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വിൻ്റർ ടൈമിൽ കാണാൻ നല്ല രസമാണ്, ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ പുറത്തിറങ്ങണമെങ്കിൽ തന്നെ കുറേ ഡ്രസ്സൊക്കെ ലെയറപ്പ് ചെയ്തിട്ട് ഇടണം. അതേപോലെ സൺലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഡിപ്രസിങ് ആയിരിക്കും ചിലവർക്കൊക്കെ. പലർക്കും വിറ്റാമിൻ D ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവും. വിൻ്റർ കഴിഞ്ഞ് സ്നോ ഒക്കെ പോയി സ്പ്രിങ് ആയി, ചെറുതായി സൺലൈറ്റ് ഒക്കെ ഉണ്ട്, പൂക്കളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനത്തെ ഒക്കെ ഒരു ടൈമാണ് ഇപ്പോൾ. ആളുകളൊക്കെ എനർജറ്റിക്കും ആയി. സ്പ്രിങ് ആയി എന്നൊക്കെ പറഞ്ഞാലും നല്ല കാറ്റും തണുപ്പും ഉണ്ട് ഇപ്പോഴും. Sorry. That's okay. ടക്സ് ഗ്യാസ് ബാർ ആണിത്. ലോക്കൽ ക്രാഫ്റ്റ് വെയറും സൈഡർ വൈന് ഒക്കെ ഇവിടെ കുടിക്കാൻ കിട്ടും. പിന്നെ പാട്ടൊക്കെ കേട്ട് മരത്തണലിൽ ഇരുന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു നല്ല ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നടന്നു, കണ്ടു, ഇരുന്നു, അങ്ങനെ അടിച്ചു പൊളിച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ടു ആ സ്ഥലമൊക്കെ. ചെറിയൊരു മക്കൾക്ക് കളിക്കാൻ പറ്റിയൊരു പ്ലേ ഏരിയയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് കുറേ ബൈക്സ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത്. എൻ്റെ ദൈവമേ, എനിക്ക് ബൈക്സ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. പണ്ട് ഞാൻ കോളേജിൽ പോകുമ്പം ബുള്ളറ്റിലായിരുന്നു പോകുന്നത്. ക്ലാസിക് 360 ആയിരുന്നു എൻ്റെ ബുള്ളറ്റ്. എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ആകെ ഒരു 4 months ഒക്കെ നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, എനിക്ക് ബൈക്ക് ലൈസൻസ് ഇവിടെ ഇല്ല, കാറിൻ്റെത് മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചറിൽ എന്തായാലും ബൈക്കിൻ്റെ ലൈസൻസും ബൈക്കും ഒക്കെ സെറ്റാക്കും. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പൈനറി ക്യാമ്പിംഗ് സൈറ്റാണ്. അവിടെ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ആദ്യം മാർക്കറ്റ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ പൈനറി പാർക്ക്, പ്രൊവിൻഷ്യൽ പാർക്കിലേക്ക് നമ്മൾ പോകുന്നതും അവിടെ എത്തുന്നതും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കാണിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.